മണി കാൺ ബൈ ഹാപ്പിനെസ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഈ സന്തോഷം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ നാസർക്ക് പറയാനുള്ളത് പോലെ ഒരു നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് ഇമോഷൻ അല്ലേ, അതാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് അതെ, പലതരത്തിലുള്ള ഹാപ്പിനെസ് ഉണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഫിസിക്കലി, മെൻ്റലി, ഖുഷി, സന്തോഷം. അതെ അല്ലേ? അതാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പൈസ കൊടുത്തും വാങ്ങാം, പൈസ ഇല്ലാതെയും കുറേ ഹാപ്പിനെസ് കിട്ടും, പൈസ ഇല്ലാത്തവർക്കും ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ അത് പൈസ ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് മനസ്സിലായി എനിക്ക്. ഹാപ്പിനെസ് പൈസ തമ്മിൽ യാതൊരു ബന്ധമില്ല. ഹാപ്പിനെസ് നിങ്ങൾക്ക് പൈസ കൊടുത്തും വാങ്ങാം, പൈസ കൊടുക്കാതെയും വാങ്ങാം. അതെ, ഒരു സ്റ്റഡി ഉണ്ട്, ഹെഡ് ഓൺ ട്രെഡ്മിൽ എഫക്റ്റ് എന്നാണ് ആ സ്റ്റഡി പറയുന്നത്, അതിൻ്റെ പേര്. അപ്പോൾ അതിൽ പഠിക്കുന്നത് എത്രത്തോളം കാശ് കിട്ടുമ്പോഴാണ് ആളുകൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ കാശ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാപ്പിനെസ് വരുന്നുണ്ട്. കാരണം നമ്മുടെ ബേസിക് നീഡ്സൊക്കെ ഒരു വെറിയും ഇല്ലാതെ, ഒരു പ്രശ്നമില്ലാതെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്നു അല്ലേ, നമ്മുടെ നോർമൽ ആളുകളിൽ നിന്നും നെക്സ്റ്റ് ലെവലിലേക്ക്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബിസിനസ് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നമുക്ക് കൂളായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും. അത് കംഫർട്ട്, ഒരു ലക്ഷറി ഹോട്ടലിൽ നമുക്ക് കൂളായിട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ അതൊക്കെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ട് യഥാർത്ഥത്തിൽ. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ ആ ഒരു കാശിൽ നിന്നും ഹാപ്പിനെസ് കിട്ടുന്നത് പ്ലാറ്റ്യൂ മോഡിലേക്ക് പോകുന്ന. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഇല്ലാതെ അല്ലേ, കാരണം അതുകൊണ്ടൊരു പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതിൽ ആ സ്റ്റഡിയിൽ പറയുന്നത് $75,000 വരുമാനം കിട്ടുന്നത് വരേക്കും അവർക്കൊരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് വരുമ്പോൾ ഒരു നമ്പർ മാത്രമാണ് കേട്ടോ, ഒരു ആവറേജ് നമ്പർ മാത്രമാണ്. അപ്പോൾ അത് എത്തിക്കഴിയുമ്പോൾ പിന്നെ ആളുകൾക്ക് ആ കാശിൽ നിന്നല്ല ഹാപ്പിനെസ് കിട്ടുന്നത്. കാരണം അവിടെ വെച്ചിട്ട് ഈ മെറ്റീരിയൽ ഹാപ്പിനെസ്സുമായിട്ട് ഡിസ്കണക്റ്റഡ് ആവുക. പിന്നെ അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന വേറെ കുറെ കാര്യങ്ങളിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് തീരും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ കുറെ കാശൊക്കെ ഉള്ള ആളുകൾ പിന്നീട് ചാരിറ്റിയിലേക്ക് പോകും. നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? ഇപ്പൊ ബിൽ ഗേറ്റ്സ് ഒക്കെ ചെയ്യുന്നത്, ഹ്യൂജ് ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്, ഇൻഡിവിജ്വലാണ് യഥാർത്ഥത്തിൽ ബിൽ ഗേറ്റ്സ്. അയാളുടെ ലൈഫ് ഇപ്പോൾ ഒരു NGO ആയിട്ട് കണക്ട് ചെയ്തിട്ട് NGOയിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അല്ലേ? അതെ. അപ്പോൾ ഞാനിതിൽ മനസ്സിലാക്കിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് പൈസ കൊടുത്ത് വാങ്ങാൻ കുറേ ഏരിയ ഉണ്ട്. അതെ. അതേസമയം ഇഫ് യു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ ടു എ റിച്ച് പേഴ്സൺ, അവൻ ചീത്ത വിളിക്കും, ഇല്ലില്ല പൈസ കൊടുത്തിട്ട് ഒരു ഹാപ്പിനെസ്സും മേടിക്കാൻ പറയില്ല എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻസ്. ഒരു പൈസക്കാരനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ക്യാൻ മണി ബൈ യു ഹാപ്പിനെസ്. പൈസ കൊടുത്ത് വാങ്ങാൻ പൈസയ്ക്കൊരു ഒരു പണിയുണ്ട്. മണി ഈസ് ന്യൂട്രൽ. നിങ്ങൾക്ക് നല്ലതും ചെയ്യുക, അതുകൊണ്ട് ചീത്ത കാര്യങ്ങളും ചെയ്യുക, എന്തും മേടിക്കുക. അപ്പോൾ ഞാൻ ഒരു വലിയ റിച്ച് പേഴ്സൻ്റെ ഒരു ഇൻ്റർവ്യൂ അടുത്ത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നെ യാട്ടുണ്ട്, അതുപോലെ തന്നെ അയാൾക്ക് വലിയ പിന്നെ എന്താ പറയുക, റോൾസ് റോയ്സ് വണ്ടി, പ്രൈവറ്റ് ജെറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഉപയോഗിച്ചിട്ട് അയാളെടുത്ത് ഷെഡിലിട്ടിരിക്കണുണ്ട്. ഇത് അവർക്ക് ആ എക്സൈറ്റ്മെൻറ്റ് തീരും. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അത് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ എക്സൈറ്റ്മെൻറ്റ് തീരും. പിന്നെ വീണ്ടും അതിൽ നിന്ന് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അപ്പോൾ പൈസയ്ക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പൈസയുടെ ധർമ്മം. അതായത് ദ പർപ്പസ് ഓഫ് മണി. ഒന്ന് അതിൽ വരുന്നത് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംഫർട്ടാണ്. പിന്നെ രണ്ടാമത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ സഹായിക്കുക, ചാരിറ്റി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലംസിനെ ഇറ്റ് ക്യാൻ മേക്ക് യുവർ പ്രോബ്ലംസ് ഗോ അവേ. ഒരു മണി ക്യാൻ സോൾവ് 80% ഓഫ് യുവർ ലൈഫ് പ്രോബ്ലംസ്. അതെ, എക്സാക്ട്ലി. അതെ, അതിൽ വേറൊരു കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മമുണ്ട് കാശിന്. മണി ക്യാൻ ബൈ ടൈം. അതെ, സമയം വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോബ് ഉണ്ട്, സമയം വാങ്ങിക്കാൻ പറ്റുമോ? മണി കാരണം പൈസയാണോ സമയമാണോ വലുത്? എന്നെ സംബന്ധിച്ചിടത്തോളം സമയമായിരിക്കും വലുത് അല്ലേ, ക്വാളിറ്റി ടൈം ആയിരിക്കും. ബിക്കോസ് യു ക്യാൻ മേക്ക് മണി. അതെ, യു കനോട്ട് മേക്ക് ടൈം. അതെ, കാരണം ഇവിടെ നമുക്ക് ഇപ്പം ഞാനൊരു ജോബ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ തോന്നുകയാണ് ഇന്ന് എനിക്ക് എൻ്റെ വീട്ടുകാരോടൊപ്പം ഇരിക്കണം, എൻ്റെ കുട്ടികളൊപ്പം ഇരുന്നിട്ട് പിന്നെ അടിച്ചു പൊളിക്കണം എന്ന് കരുതിയാൽ ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ് അല്ലേ. കാരണം എനിക്ക് എൻ്റെ ബോസിൻ്റെ അപ്രൂവൽ വേണ്ടിവരും, അല്ലെങ്കിൽ കമ്പനിയുടെ അപ്രൂവൽ വേണം അല്ലേ.
അതും ഒരു പരിധി കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടൂല. അല്ലെ, ഒരു കൊല്ലത്തിൽ ഇത്ര ലീവ് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. സോ ഇപ്പോൾ നമ്മുടെ അടുത്ത് കാശുണ്ട്, അപ്പോൾ ആ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേറെ രീതിയിൽ കാശ് വരാൻ പറ്റും. ജോബിൻ്റെ ആവശ്യമില്ല, ഡിപ്പെൻഡൻസി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടും. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റീരിയൽസുമായിട്ട് കണക്റ്റ് ആകാതിരിക്കുന്ന ഒരു സമയം വരും. ഇപ്പോൾ യാറ്റോ അല്ലെങ്കിൽ ഒരു സൂപ്പർ കാറോ ഒന്നും ഒരു സന്തോഷം കൊടുക്കാത്ത സമയത്തും നമുക്ക് സന്തോഷം തരുന്നത് നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ. നമുക്കൊരു ഒന്നിച്ചൊരു യാത്ര പോവാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ യഥാർത്ഥത്തിൽ ടൈമാണ്, നമ്മുടെ ആളുകളോടൊപ്പമുള്ള ടൈമാണ്, നമ്മുടെ സ്വന്തക്കാരോടൊപ്പമുള്ള ടൈം, ഫ്രണ്ട്സിനോടൊപ്പമുള്ള ടൈം. ശരിയല്ലേ? അപ്പോൾ മണി ക്യാൻ ബൈ ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാശുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, ഹാപ്പിനെസ്സിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഇമോഷണൽ നീഡും ഒരു സൈക്കോളജിക്കൽ നീഡും കൂടിയാണ്. കാരണം അത് മനുഷ്യർക്ക് കൂടുതൽ ഹാപ്പിനെസ് തരും. ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുള്ള ഒരു റിസർച്ച് ഉണ്ട്, മൈക്കിൾ നോട്ടൻ്റെ കീഴിൽ നടത്തിയിട്ടുള്ള റിസർച്ചിൽ പറയുന്നത്, ഒരാൾ സ്വന്തത്തിന് വേണ്ടി കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ കൂടുതൽ സന്തോഷം അയാൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളതാണ്. അപ്പൊ അതൊരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ നീഡ് കൂടിയാണ്. അപ്പോൾ അതും പിന്നെ കാശുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നുള്ളൊരു വസ്തുതയാണ്. കാശ് നമ്മുടെ എന്തെങ്കിലല്ലേ നമുക്ക് വേറെ ആൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഇതിനോടനുബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ, മെറ്റീരിയൽ. അതായത് നിങ്ങളിപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങളൊരു 100 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പൈസ വേണം. നിങ്ങൾ പോയിട്ട് ഭക്ഷണം മേടിച്ചു ആ പൈസ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഭക്ഷണവും പൈസയും കൂടി അവിടെ വരുമ്പോൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പിനെസ്. അതെ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. യെസ്, മണി ക്യാൻ ബൈ, ബിക്കോസ് യു ബോട്ട് സം ഫുഡ് ഫോർ ദം ആൻഡ് യു ഗോട്ട് ഹാപ്പിനെസ്. അതെ. അപ്പം പൈസ അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. പൈസ മണിയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് വാങ്ങലല്ല, ബട്ട് മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. in some case you need money to buy happiness also. ഒരു എക്സ്റ്റെൻഡ്. പക്ഷെ അതിനോട് കൂടി തന്നെ നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിൽ അതിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഇപ്പോൾ നേരത്തെ കണ്ട റിസർച്ചുകൾ പ്രകാരം കണ്ടത്. അതായത് ഒരു പ്രത്യേക പരിധി എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മണിയിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത നമ്മുടെ കുടുംബത്തോടൊപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പോ ഉള്ളൊരു ചെറിയ യാത്ര അല്ലെങ്കിൽ ചെറിയ സമയം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അതെ. ഇഫ് യു ആർ കൈൻഡ്, മണി ക്യാൻ മേക്ക് യു മോർ കൈൻഡ്. ഇഫ് യു ആർ കെയറിങ്, മണി ക്യാൻ മേക്ക് യു മോർ കെയറിങ്. അതെ. അപ്പം ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഡോണ്ട് ഹാവ് മണി, ദെൻ ദർ ഓൾമോസ്റ്റ് 80% ഓഫ് യുവർ ലൈഫ് പ്രോബ്ലം മണി ക്യാൻ സോൾവ്. അതെ. യു നീഡ് മണി ടു പേ യുവർ ബിൽസ്, യുവർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷണൽ ബിൽസ്, ഫുഡ്, മെറ്റീരിയൽസ്. യു നീഡ് മണി ഫോർ എവറിഥിങ്. So if you don't have money, then you will face a hell lot of problems. Especially 80% of your problems are related to money. So, but similarly, happiness is something not related to money, because there are a lot of happiness, different kind of happiness. But there are some happiness that you have to buy through the money. There are a lot of other happiness that it comes from your daily life.